ഹായ് ഓൾ, ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് PSC ബുള്ളറ്റിൻ 2024 ഫുൾ കറണ്ട് അഫയേഴ്സുമാണ്. അപ്പോൾ നമ്മൾ പാർട്ടായിട്ടായിരിക്കും എടുക്കുക, പക്ഷേ ഇന്ന് തന്നെ നമ്മളിത് കംപ്ലീറ്റ് ചെയ്യും. അപ്പം നല്ല രീതിയിൽ ഫോളോ ചെയ്യുക. ക്ലാസ് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടും. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇന്ന് ആദ്യം തന്നെ നോക്കാനായിട്ട് പോകുന്നത് 2024 ഡിസംബർ 15 PSC ബുള്ളറ്റിനാണ്. PSC ബുള്ളറ്റിൻ 2 മാഗസിനായിട്ടാണ് ഒരു മാസം വരിക, 1ഉം 15ഉം. ഓക്കെ, അപ്പം ഈ 2 എണ്ണം പഠിച്ചാൽ ഒരു മാസം കംപ്ലീറ്റ് ആവും. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ പരമോന്നത ബഹുമതിയായിട്ടുള്ള JC ഡാനിയൽ പുരസ്കാരം കിട്ടിയത് ആർക്കാണ്? JC ഡാനിയൽ പുരസ്കാരം 2023 പുരസ്കാരമാണ്. ആർക്ക് കിട്ടിയത്? ഷാജി N കരുണിന് കിട്ടിയത്. ആർക്കാണ്? ഷാജി N കരുണിന് കിട്ടിയത്. ഓക്കെ, ഇനി നമ്മുടെ ഈ വർഷത്തെ IFFK ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ആർക്കാണ് കിട്ടിയത്? ആർക്കാണ്? ആൻ ഹൂയിക്കാണ്. ഹോങ്കോങ് സംവിധായകയും നടിയുമായിട്ടുള്ള വ്യക്തിയാണ് ആൻ ഹൂയി. ഓക്കെ, അപ്പൊ IFFKയുടെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം കിട്ടിയത് ആൻ ഹൂയിക്കാണ്. കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേള അല്ലെങ്കിൽ നമ്മുടെ IFFKയുടെ സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം കിട്ടിയത് ആർക്കാണ്? സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം ആർക്ക് കിട്ടി? സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം ഓൾ വി ഇമാജിനസ് ലൈറ്റ് എന്ന് പറയുന്ന സിനിമയുടെ സംവിധായികയായിട്ടുള്ള പായൽ കമ്പാടിയക്ക് കിട്ടി. പായൽ കമ്പാടിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്കറിയാം. അപ്പോൾ അതൊന്ന് പഠിച്ചു വെച്ചേക്കണം. പായൽ കമ്പാടിയ അല്ലേ? പായൽ കമ്പാടിയെ പറ്റി നമ്മൾ എന്തൊക്കെ കാര്യം ഓർക്കണം? ഒന്ന്, ഇപ്പോൾ നമ്മൾ പഠിച്ചത് IFFK അല്ലെങ്കിൽ കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ എന്ത് കിട്ടി? സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് കിട്ടി. ഓക്കെ, സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് കിട്ടി. ഓക്കെ, സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ്. അടുത്ത എന്താണ്? 77ാമത്തെ കാൻ ചലച്ചിത്രോത്സവത്തിൽ എന്ത് കിട്ടി? കാൻ ചലച്ചിത്രോത്സവത്തിൽ ഗ്രാൻഡ് പ്രീ പുരസ്കാരം കിട്ടി. ഓക്കെ, ഗ്രാൻഡ് പ്രീ പുരസ്കാരം കിട്ടി. അതും പഠിച്ചു വെച്ചേക്കുക. അതുപോലെ നമ്മുടെ ടൈം മാഗസിന്റെ 100 ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള വനിതകളിൽ ഇന്ത്യയിൽ നിന്ന് ഇടം പിടിച്ച ഡയറക്ടറാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ പായൽ കമ്പാടിയ. ഈ 3 പോയിന്റും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെച്ചേക്കുക, വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, അപ്പം ഇത്രയും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് അടുത്തതിലേക്ക് പോവാം. ഓക്കെ, 1 സെക്കൻഡ് ഞാൻ ഒന്ന് വായിച്ചോട്ടെ. ഓക്കെ, ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത് സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായി PhD പ്രവേശനം നേടുന്ന ആദ്യത്തെ വനിത ആരാണ്? PhD പ്രവേശനം നേടിയ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ വനിത ആരാണ്? PhD നേടിയ ട്രാൻസ്ജെൻഡർ വനിത ആരാണ്? റഷിദ ഉർദു. ആരാണ്? റഷിദ ഉർദു ആണ്. ഓക്കെ, സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായി PhD പ്രവേശനം നേടുന്ന ആദ്യത്തെ ട്രാൻസ്ജെൻഡർ വനിത റഷിദ ഉർദു ആണ്. രണ്ടാമത്തെ KT കൃഷ്ണ വാര്യർ പുരസ്കാരം കിട്ടിയത് ആർക്കാണ്? M ലീലാവതിക്കാണ്. തോപ്പിൽ ഫാസി പുരസ്കാരം ആർക്ക് കിട്ടി ഈ വർഷത്തെ? പെരുമ്പടവം ശ്രീധരനാണ് തോപ്പിൽ ഫാസി പുരസ്കാരം കിട്ടിയത്. ഓക്കെ, ഇക്കൊല്ലത്തെ ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ആർക്കാണ് കിട്ടിയത്? മിഷേൽ ബാച്ചിലെ. ആർക്കാണ്? മിഷേൽ ബാച്ചിലെ. ചിലിയുടെ മുൻ പ്രസിഡന്റും മനുഷ്യാവകാശ പ്രവർത്തകയുമായിരുന്ന മിഷേൽ ബാച്ചിലേക്കാണ് ഇക്കൊല്ലത്തെ ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം കിട്ടിയത്. ഇനി JD ബിർള അവാർഡ് ഫോർ സയന്റിഫിക് റിസർച്ച് ആർക്കാണ് കിട്ടിയത്? സുബി ജേക്കബ് ജോർജ്. ആർക്കാണ്? സുബി ജേക്കബ് ജോർജിനാണ് കിട്ടിയത്. ഇനി കലാനിധി സെന്റർ ഫോർ ഇന്ത്യൻ ആർട്സ് ആൻഡ് കൾച്ചർ ഹെറിറ്റേജ് ട്രസ്റ്റിന്റെ കലാനിധി പുരസ്കാരം കിട്ടിയത് ആർക്കാണ്? കലാനിധി പുരസ്കാരം നമ്മുടെ പ്രഭാവർമ്മയ്ക്കും രവി മേനോനുമാണ് കിട്ടിയത്. പ്രഭാവർമ്മയ്ക്കും രവി മേനോനുമാണ് എന്ത് കിട്ടിയത്? നമ്മുടെ കൾച്ചറൽ ട്രസ്റ്റിന്റെ കലാനിധി സെന്റർ ഫോർ ഇന്ത്യൻ ആർട്സ് ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ് ട്രസ്റ്റിന്റെ കലാനിധി പുരസ്കാരം കിട്ടിയത്. ഇനി നമ്മുടെ സിസ്റ്റർ ബെനീന അവാർഡ്, അതായത് ബെനീന പുരസ്കാരം ആരുടെയാണ്? സിസ്റ്റർ ബെനീന സാംസ്കാരിക സമിതിയുടെ ബെനീന പുരസ്കാരം കിട്ടിയതും പെരുമ്പടവം ശ്രീധരനാണ്. പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, അതുപോലെ നമ്മുടെ ഇന്ത്യയുടെ ദൊമ്മരാജു ഗുഗേഷ് ലോക ചെസ് ചാമ്പ്യനായി. ചെസ് ലോക ചാമ്പ്യനാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരവും വിശ്വനാഥ് ആനന്ദിന് ശേഷം ലോക ചെസ് ചാമ്പ്യനാകുന്ന ആദ്യ ഇന്ത്യൻ താരവുമാരാണ് നമ്മുടെ D ഗുഗേഷ് ആണ്. അപ്പൊ D ഗുഗേഷിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞു വെച്ചേക്കുക. നമ്മൾ നോക്കാൻ പോകുന്നത് D ഗുഗേഷിനെ പറ്റിയാണ്. ഓക്കെ, D ഗുഗേഷ്.
അപ്പൊ ഡി ഗുഗേഷിനെ പറ്റി അറിഞ്ഞിരിക്കേണ്ട ഒന്നാമത്തെ പോയിന്റ് എന്താണ്? നമ്മുടെ ലോക ചെസ് ചാമ്പ്യൻ ആയ അല്ലെ, ലോക ചെസ് ചാമ്പ്യൻ. ഓക്കെ, 2024 ലോക ചെസ് ചാമ്പ്യൻ ആണ് ആരെന്ന് പറയുന്നത്? ഡി ഗുഗേഷ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് ലോക ചെസ് ചാമ്പ്യൻ ആകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ്. ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് നമ്മുടെ ഡി ഗുഗേഷ്. മൂന്നാമത്തെ പോയിന്റ്, ലോക ചെസ് ചാമ്പ്യൻ ആകുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരനാണ്. അപ്പൊ ആദ്യത്തെ ആരാണ്? വിശ്വനാഥ ആനന്ദാണ്. ഓക്കെ, വിശ്വനാഥ ആനന്ദാണ്, പഠിച്ചു വെച്ചേക്കുക. അടുത്തൊരു പോയിന്റ് ഇങ്ങനെയും പറയാം, വിശ്വനാഥ ആനന്ദിന് ശേഷം ലോക ചെസ് ചാമ്പ്യൻ ആകുന്ന ആദ്യത്തെ ഇന്ത്യൻ എന്ന് വേണമെങ്കിലും പറയാം. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡി ഗുഗേഷ് വിജയിച്ചു അല്ലെ. ഡി ഗുഗേഷ് വിജയിച്ചു. ആരെയാണ് പരാജയപ്പെടുത്തിയത്? ഡിങ് ലിറനെയാണ്. ആരെയാണ്? ഡിങ് ലിറനെയാണ് പരാജയപ്പെടുത്തിയത്. ഓക്കെ, ഡിങ് ലിറൻ നമ്മുടെ ചൈനയുടെ ഡിങ് ലിറനെയാണ് പരാജയപ്പെടുത്തിയത്. എത്ര പോയിന്റ് ആണ് ഡിങ് ലിറൻ ഉണ്ടായിരുന്നത്? 6.5 പോയിന്റ്. അപ്പൊ നമ്മുടെ ഡി ഗുഗേഷ് എത്ര പോയിന്റ് സ്വന്തമാക്കി? 7.5 പോയിന്റ് ആണ് നമ്മുടെ ഡി ഗുഗേഷിന് കിട്ടിയത്. ഓക്കെ അല്ലേ? അപ്പൊ ഈ ഒരു മത്സരത്തിൽ എന്തുകൊണ്ടാണ് പങ്കെടുക്കാൻ പറ്റിയത്? നമ്മുടെ കാൻഡിഡേറ്റ് ചെസ്സിൽ ആര് വിജയിച്ചു? നമ്മുടെ ഡി ഗുഗേഷ് ആണ് വിജയിച്ചത്. ലോക ചെസ് ചാമ്പ്യനെതിരെ മത്സരിക്കുന്ന ജേതാവിനെ കണ്ടെത്തുന്ന മത്സരമാണ് കാൻഡിഡേറ്റ് ചെസ്. അതിൽ ആര് വിജയിച്ചായിരുന്നു? നമ്മുടെ ഡി ഗുഗേഷ് വിജയിച്ചിരുന്നു. മിനിമം ഇത്രയും പോയിന്റ്സ് അറിഞ്ഞു വെച്ചേക്കുക. ഓക്കെ, ഓക്കെ. ഇനി അടുത്ത നമ്മുടെ ചെറുതുരുത്തി കഥകളി സ്കൂളിന്റെ പി കുഞ്ഞിരാമൻ നായർ സ്മാരക കളിയച്ചൻ പുരസ്കാരം ആർക്കാണ് കിട്ടിയത്? കളിയച്ചൻ പുരസ്കാരം NP.S. നമ്പൂതിരിക്കും NP സുരേന്ദ്രനുമാണ് കിട്ടിയത്. NP.S. നമ്പൂതിരിക്കും NP സുരേന്ദ്രനുമാണ് എന്ത് കിട്ടിയത്? നമ്മുടെ കളിയച്ചൻ പുരസ്കാരം കിട്ടിയത്. ഇനി നമ്മുടെ ക്രോസ് വേർഡ് അവാർഡ് 2024 ക്രോസ് വേർഡ് അവാർഡ് ആർക്കാണ് കിട്ടിയത്? ആർക്കാണ്? മലയാളിയായിട്ടുള്ള സഹറു നുസൈനബ കണ്ണനാരിയുടെ ക്രോണിക്കിൾ ഓഫ് ആൻ അവർ ആൻഡ് എ ഹാഫ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് നോവലിനാണ് ക്രോസ് വേർഡ് പുരസ്കാരം കിട്ടിയത്. ഒഡീഷയിലെ ഭരതമുനി ഫൗണ്ടേഷൻ കലാരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കായി ഏർപ്പെടുത്തിയ ഭരതമുനി ദേശീയ പുരസ്കാരം കിട്ടിയത് ആർക്കാണ്? ഭരതമുനി ദേശീയ പുരസ്കാരം സൂര്യ കൃഷ്ണമൂർത്തിക്കാണ്. ആർക്കാണ്? സൂര്യ കൃഷ്ണമൂർത്തിക്കാണ് ഭരതമുനി ദേശീയ പുരസ്കാരം കിട്ടിയത്. ഇനി 2034 ലോകകപ്പ് ഫുട്ബോളിന്റെ വേദി ഇതാണ് സൗദി അറേബ്യയാണ്. T20 ക്രിക്കറ്റിൽ 28 പന്തിൽ സെഞ്ചുറി തികച്ച് ഇന്ത്യക്കാരന്റെ വേഗമേറിയ സെഞ്ചുറി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ആരെല്ലാമാണ്? ആരൊക്കെയാണ്? ഉറുവിൻ പട്ടേലും അഭിഷേക് ശർമ്മയും. അപ്പൊ 28 പന്തിൽ ഏറ്റവും വേഗമേറിയ സെഞ്ചുറി തികയ്ക്കുന്ന ഇന്ത്യക്കാര് ആരൊക്കെയാണ്? ഉറുവിൻ പട്ടേലും അഭിഷേക് ശർമ്മയുമാണ്. ഇനി ടെസ്റ്റ് ക്രിക്കറ്റിൽ രാജ്യത്തിനായി 9000 റൺസ് തികയ്ക്കുന്ന ആദ്യത്തെ ബാറ്റർ എന്ന റെക്കോർഡ് ആര് സ്വന്തമാക്കി? ന്യൂസിലൻഡിന്റെ കെയിൻ വില്യംസൺ സ്വന്തമാക്കി. ഓക്കെ, ഇപ്പൊ ടെസ്റ്റ് ക്രിക്കറ്റിൽ രാജ്യത്തിനായി 9000 റൺസ് 9000 റൺസ് നേടുന്ന ആദ്യത്തെ ബാറ്റർ ആയിട്ട് ആര് മാറി? കെയിൻ വില്യംസൺ ഏത് രാജ്യമാണ്? ന്യൂസിലൻഡാണ്. സെയ്ദ് മോദി ബാഡ്മിന്റൺ സൂപ്പർ സീരീസ് ടൂർണമെന്റിൽ കിരീടം ചൂടി ഇന്ത്യൻ താരങ്ങളായിട്ടുള്ള PV സിന്ധുവും ലക്ഷ്യ സെന്നും. അപ്പൊ എന്താണ്? സെയ്ദ് മോദി ബാഡ്മിന്റൺ സൂപ്പർ സീരീസ് ടൂർണമെന്റ് ആരാണ് വിജയിച്ചത്? ഇന്ത്യൻ താരങ്ങളായിട്ടുള്ള PV സിന്ധുവും ലക്ഷ്യ സെന്നുമാണ് വിജയിച്ചത്. വനിതാ ഡബിൾസിൽ മലയാളി താരം ട്രീസ ജോളിയും ഗായത്രി ഗോപിചന്ദും ചേർന്ന സഖ്യവും ജേതാക്കളായി. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ അധ്യക്ഷൻ ആരാണ്? ICCയുടെ ഇപ്പോഴത്തെ അധ്യക്ഷൻ അല്ലെങ്കിൽ പ്രസിഡന്റ് ആരാണ്? ജയ്ഷ ആണ്. ആരാണ്? ജയ്ഷ ആണ്. ഓക്കെ, സെയ്ദ് മുഷ്താഖ് അലി ട്രോഫി T20 ക്രിക്കറ്റിൽ സിക്കിമിനെതിരെ 20 ഓവറിൽ 349 റൺസ് നേടി ഏറ്റവും
ഉയർന്ന സ്കോർ കുറിച്ച് റെക്കോർഡിട്ട ബറോഡ ടീം. ഓക്കെ, അപ്പൊ എന്താണ് സെയ്ദ് മുഷ്താഖ് അലി ട്രോഫി T20 ക്രിക്കറ്റിൽ സിക്കിമിനെതിരെ 20 ഓവറിൽ 349 റൺസ് നേടി ഏറ്റവും ഉയർന്ന സ്കോർ കുറിച്ച റെക്കോർഡ് ഇട്ടത് ആരാണ്, അല്ലെങ്കിൽ ഏത് ടീമാണെന്ന് ചോദിച്ചാൽ ബറോഡയാണ്. ഓക്കെ, അപ്പൊ സിംബാബ്വേയുടെ റെക്കോർഡിനെയാണ് ബറോഡ മറികടന്നത്, പഠിച്ചു വെച്ചേക്കുക. ഈ വർഷത്തെ മികച്ച വനിതാ ടെന്നീസ് താരമായിട്ട് ആര് മാറി? ആര്യാന സെബലങ്ക. ആരാണ്? നമ്മുടെ ബെലറൂസിന്റെ ആര്യാന സെബലങ്ക തെരഞ്ഞെടുക്കപ്പെട്ടു. ഈ വർഷത്തെ മികച്ച വനിതാ ടെന്നീസ് താരം ആരാണ്? ആര്യാന സെബലങ്കയാണ്. ഉസ്ബെക്കിസ്ഥാനിൽ നടന്ന പ്രസിഡന്റ് കപ്പ് ചെസ്സിൽ മലയാളി താരം നിഹാൽ സരീൻ കിരീടം നേടി. ഉസ്ബെക്കിസ്ഥാനിൽ നടന്ന പ്രസിഡന്റ് കപ്പ് ചെസ്സിൽ ആരാ വിജയിച്ചത്? നിഹാൽ സരീൻ ആണ് വിജയിച്ചത്. ഓക്കെ, അടുത്ത നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 26ാമത്തെ ഗവർണർ വന്നിട്ടുണ്ട്. 26ാമത്തെ ഗവർണറായിട്ട് ആരെ തിരഞ്ഞെടുത്തു? സഞ്ജയ് മൽഹോത്രയെ തിരഞ്ഞെടുത്തു. ഓക്കെ, 26ാമത്തെ ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര. അപ്പൊ നമുക്ക് കുറച്ച് കണക്ഷൻസും കൂടെ നോക്കാം. 26ാമത്തെ RBI ഗവർണറാണ് നമ്മൾ പറഞ്ഞ സഞ്ജയ് മൽഹോത്ര. ഓക്കെ, മൽഹോത്ര പഠിച്ചു വെച്ചേക്ക. അതുപോലെ നമ്മുടെ ഇന്ത്യയുടെ CAG മാറിയിട്ടുണ്ട്. CAG ആരാണ്? സഞ്ജയ് മൂർത്തി. ആരാണ്? സഞ്ജയ് മൂർത്തി പഠിച്ചു വെച്ചേക്ക. ഓക്കെ, അതുപോലെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് മാറിയിട്ടുണ്ട്. 51ാമത്തെ ചീഫ് ജസ്റ്റിസ്. ഓക്കെ, ആരാണ് 59ാമത്തെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ്? സഞ്ജീവ് ഖന്ന. ആരാണ്? സഞ്ജീവ് ഖന്ന. ഇത്രയും ഓർത്തു വെച്ചേക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ മഹാരാഷ്ട്രയുടെ പുതിയ മുഖ്യമന്ത്രിയായിട്ട് ആരെ തിരഞ്ഞെടുത്തു? ദേവേന്ദ്ര ഫട്നാവിസിനെ തിരഞ്ഞെടുത്തു. ആരാണ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി? ദേവേന്ദ്ര ഫട്നാവിസ്. ജാരദ് ഐസക്മാനെ നാസയുടെ പുതിയ മേധാവിയായിട്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നാമനിർദ്ദേശം ചെയ്തു. അപ്പൊ നാസയുടെ പുതിയ മേധാവിയായിട്ട് ആര് വന്നു? ജാരദ് ഐസക്മാൻ. ഓക്കെ, ആരാണ് ജാരദ് ഐസക്മാൻ? ആരാണ്? ബഹിരാകാശ നടത്തം. ഓക്കെ, ബഹിരാകാശ നടത്തം നടത്തുന്ന ആദ്യത്തെ സ്വകാര്യ വ്യക്തി, അല്ലെങ്കിൽ എന്താണ് സാധാരണക്കാരനായിട്ടുള്ള വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ ഐസക്മാൻ കേട്ടോ. സാറയും ഐസക്മാനുമാണ് ബഹിരാകാശ നടത്തം നടത്തിയത്. അപ്പം ആ ഒരു നേട്ടം സ്വന്തമാക്കിയ വ്യക്തിയാണ് ഐസക്മാൻ. അത് രീതിയിൽ പഠിച്ചു വെച്ചേക്കുക. മുഹമ്മദ് അൽ ബഷീറിനെ സിറിയയുടെ ഇടക്കാല പ്രധാനമന്ത്രിയായിട്ട് നിയമിച്ചു. ആരാണ് നമ്മുടെ സിറിയയുടെ ഇടക്കാല പ്രധാനമന്ത്രി? മുഹമ്മദ് അൽ ബഷീർ. ഓക്കെ, കാലാവസ്ഥാ പ്രവചനം മെച്ചപ്പെടുത്തുന്നതിനായിട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് മിഷൻ മൗസം. അപ്പൊ മിഷൻ മൗസം ആരുടെ പദ്ധതിയാണ്? കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ്. മൗസം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മൺസൂൺ കിട്ടും. അപ്പൊ മൺസൂണുമായിട്ട് ബന്ധപ്പെട്ടാണ് മൗസം എന്ന് കണക്ട് ചെയ്യുക. ചെന്നൈയിലും പുതുച്ചേരിയിലും ദുരിതം വിതച്ച ചുഴലിക്കാറ്റ് ഏതാണ്? ഫെഞ്ചൽ ചുഴലിക്കാറ്റ്. ഏതാണ്? ഫെഞ്ചൽ ചുഴലിക്കാറ്റ്. ആ ഫെഞ്ചൽ എന്ന് പറയുന്ന പേരിന്റെ അർത്ഥം എന്താണ്? ഫെഞ്ചൽ ചുഴലിക്കാറ്റ് വീശിയത് എവിടെയായിരിക്കും? നമ്മുടെ ബംഗാൾ ഉൾക്കടലിലാണ് കേട്ടോ. ബംഗാൾ ഉൾക്കടലിൽ വീശിയ ഈ ഫെഞ്ചൽ ചുഴലിക്കാറ്റിന് പേര് നൽകിയത് സൗദി അറേബ്യയാണ്. ഓക്കെ, സൗദി അറേബ്യയാണ് പഠിച്ചു വെച്ചേക്കുക. ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നിസ്സംഗൻ അല്ലെങ്കിൽ നിസ്സംഗത. ഓക്കെ, നിസ്സംഗത അല്ലെങ്കിൽ നിസ്സംഗൻ തുടങ്ങിയ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു അർത്ഥം വരുന്ന വാക്കാണ് ഫെഞ്ചൽ. ഓക്കെ, അടുത്ത നമ്മുടെ 2 വ്യത്യസ്ത പേടകങ്ങൾ 2 തവണയായി വിക്ഷേപിച്ച് ബഹിരാകാശത്ത് വെച്ച് കൂട്ടിയോജിപ്പിക്കുന്ന സാങ്കേതിക വിദ്യയുടെ പേര് എന്താണ്? സ്പെയ്ഡെക്സ്. എന്താണ്? സ്പെയ്ഡെക്സ്. നമ്മുടെ ഇന്ത്യയുടേതാണ് സ്പെയ്ഡെക്സ്. 2 പേടകങ്ങൾ വ്യത്യസ്ത സമയത്ത് വിക്ഷേപിച്ച് ബഹിരാകാശത്ത് വെച്ച് കൂട്ടിയോജിപ്പിക്കുന്ന പദ്ധതിയാണ് നമ്മുടെ സ്പെയ്ഡെക്സ് പദ്ധതി. ഓക്കെ, ISROയുടെ വാണിജ്യ ബഹിരാകാശ ദൗത്യമായ പ്രോബ 3 വിക്ഷേപണം വിജയകരം. സൂര്യന്റെ ഏറ്റവും ചൂടേറിയതും പുറമെ ഉള്ളതുമായ പ്രഭാവലയമായിട്ടുള്ള കൊറോണ പാളിയെ പറ്റി പഠനം ലക്ഷ്യമിടുന്നതാണ് പ്രോബ 3 ദൗത്യം. ഓക്കെ, അപ്പം അതും ഒന്ന് ഓർത്തു വെച്ചേക്കുക. അതുപോലെ നമ്മുടെ പ്രോബ 3യെ പറ്റി നമുക്ക് റിലേറ്റഡ് ആയിട്ട് ഒന്ന് നോക്കാം. പ്രോബ 3 ആരുടെ ദൗത്യമാണ്? യൂറോപ്യൻ യൂണിയന്റേതാണ്. യൂറോപ്യൻ യൂണിയന്റെ ഈ ഒരു വിക്ഷേപണം നടത്തിയതാരാണ്? നമ്മുടെ ISRO ആണ്. അപ്പൊ ISROയുടെ വാണിജ്യ വിക്ഷേപണമാണ് പ്രോബ 3 എന്ന് പറയുന്നത്. എന്നാണ് വിക്ഷേപിച്ചത്? ഡിസംബർ 5, 2024 ആരെ വിക്ഷേപിച്ചത്? പ്രോബ 3നെ
വിക്ഷേപിച്ചത്. എന്തിനെ പറ്റി പഠിക്കാനാണ്? സൂര്യനെ പറ്റിയുള്ള പഠനത്തിനായിട്ടാണ് ആരെ പറഞ്ഞു വിട്ടേക്കുന്നത്? പ്രൊബാത്രിനെ പറഞ്ഞു വിട്ടേക്കുന്നത്. ഇത്രയും മിനിമം ഓർത്തു വെച്ചേക്കാം. ഓക്കെ, അടുത്തത് നമ്മുടെ അതിനു മുമ്പ് ഒരു പോയിന്റ് ഉണ്ടായിരുന്നു. നാവികസേനയുടെ പുതിയ യുദ്ധക്കപ്പലായിട്ടുള്ള INS തൃശൂൽ കമ്മീഷൻ ചെയ്തു. ജസ്റ്റ് അറിഞ്ഞു വെച്ചിരുന്ന മതി, INS തൃശൂൽ. ഓക്കെ, അടുത്ത കർഗ എന്ന പേരുള്ള കമിക്കാസി ഇനത്തിൽപ്പെട്ട അത്യാധുനിക ചാവേർ ഡ്രോൺ വികസിപ്പിച്ചത് ആരാണ്? ഇന്ത്യൻ സൈന്യമാണ്. കർഗ ചാവേർ ഡ്രോൺ ആണ് പഠിച്ചു വെച്ചേക്കുക. അടുത്ത ഗൂഗിൾ വികസിപ്പിച്ച പുതിയ അതിവേഗ കമ്പ്യൂട്ടർ ചിപ്പ് ഏതാണ്? വില്ലോ ആണ്. ഓക്കെ, ഗൂഗിൾ വികസിപ്പിച്ച അതിവേഗ കമ്പ്യൂട്ടർ ചിപ്പിന്റെ പേരാണ് വില്ലോ. അപ്പൊ അവിടെ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ഗൂഗിൾ വികസിപ്പിച്ച ടെക്സ്റ്റ് ടു വീഡിയോ. നമ്മൾ എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് കൊടുത്താൽ അല്ലെങ്കിൽ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അതിനെ വീഡിയോ ആക്കി തരുന്ന സംവിധാനമാണ് വിയോ. കേട്ടോ, വിയോ, അതും പഠിച്ചു വെച്ചേക്കുക. വിയോ ടെക്സ്റ്റ് ടു വീഡിയോ ആണ്. ഇപ്പൊ നമ്മൾ പഠിച്ച വില്ലോ എന്താണ്? വില്ലോ ചിപ്പാണ്. കേട്ടോ, കമ്പ്യൂട്ടർ ചിപ്പാണ് പഠിച്ചു വെച്ചേക്കുക. അടുത്ത നമ്മുടെ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗാഡ്ഗിലിന് ഐക്യരാഷ്ട്രസഭ പരിസ്ഥിതി പരിപാടിയുടെ ചാമ്പ്യൻ ഓഫ് ദ എർത്ത് പുരസ്കാരം നൽകി. അപ്പൊ ചാമ്പ്യൻ ഓഫ് ദ എർത്ത് പുരസ്കാരം ഈ വർഷം കിട്ടിയത് ആർക്കാണ്? മാധവ് ഗാഡ്ഗിലിനാണ്. ഓക്കെ, ആർക്കാണ്? മാധവ് ഗാഡ്ഗിലിനാണ്. 13ാം ഗ്ലോബൽ സസ്റ്റൈനബിലിറ്റി ചലച്ചിത്ര പുരസ്കാരം കിട്ടിയത് നിവേദിത ബാനർജി സംവിധാനം ചെയ്ത ദ കുംഭയ സ്റ്റോറിക്കാണ്. അപ്പൊ എന്താണ്? ഗ്ലോബൽ സസ്റ്റൈനബിലിറ്റി ചലച്ചിത്ര പുരസ്കാരം, 13ാമത്തെ ഗ്ലോബൽ സസ്റ്റൈനബിലിറ്റി ചലച്ചിത്ര പുരസ്കാരം കിട്ടിയത് ദ കുംഭയ സ്റ്റോറിക്കാണ്. ആരാ സംവിധാനം ചെയ്തത്? നിവേദിത ബാനർജി. ഓക്കെ, അടുത്ത നമ്മുടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ടൈം മാഗസിൻ 2024 പേഴ്സൺ ഓഫ് ദ ഇയർ ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു. ഓക്കെ, ഏറ്റവും നൂതനമായ നിർമ്മിത ബുദ്ധി മാതൃക ഏതാണ്? നമ്മുടെ ഗൂഗിളിന്റെ ഏറ്റവും പുതിയ നിർമ്മിത ബുദ്ധി വേർഷൻ ഏതാണ്? നമ്മുടെ ജെമിനി AI ആണ്. ഓക്കെ, ജെമിനി ആണ് നമ്മുടെ ഗൂഗിളിന്റെ ചാറ്റ് ബോട്ട്. ഓക്കെ, ഗൂഗിളിന്റെ ചാറ്റ് ബോട്ട് ചാറ്റ് ജിപിടിക്ക് ബദലായിട്ട് നമ്മുടെ ഗൂഗിൾ കൊണ്ടുവന്നതാണ് ജെമിനിയുടെ ആദ്യത്തെ പേര് ബാർഡ് എന്നായിരുന്നു. ഓക്കെ, ബാർഡ് മാറ്റിയിട്ടാണ് ജെമിനി ആക്കിയത്. ജെമിനി ഇപ്പൊ അടുത്ത വേർഷൻ ഇറങ്ങിയിട്ടുണ്ട്, അതാണ് ജെമിനി 2.0. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമ്മുടെ അടുത്തിടെ അന്തരിച്ച വ്യക്തികളാണ്. കർണാടക മുഖ്യമന്ത്രിയും മുൻ കേന്ദ്ര വിദേശകാര്യ മന്ത്രിയുമായിരുന്ന SM കൃഷ്ണ അന്തരിച്ചു. അതുപോലെ നിരൂപകൻ, ചലച്ചിത്ര പണ്ഡിതൻ, അധ്യാപകനുമായിരുന്ന ചെമ്പൂക്കാവ് പ്രൊഫസർ MR ചന്ദ്രശേഖർ അന്തരിച്ചു. പുതുച്ചേരി മുൻ മുഖ്യമന്ത്രിയും MDR രാമചന്ദ്രൻ അന്തരിച്ചു. പുതുച്ചേരി മുൻ മുഖ്യമന്ത്രിയായിരുന്ന MDR രാമചന്ദ്രൻ അന്തരിച്ചു. ഇത്രയാണ് നമ്മുടെ ഡിസംബർ 15 നമുക്ക് പഠിക്കാനായിട്ടുള്ള കറണ്ട് അഫയേഴ്സുകൾ. ഇനി നമുക്ക് ഡിസംബർ 1 നോക്കാം. ഓക്കെ, അടുത്ത നമ്മൾ ഡിസംബർ 1 കറണ്ട് അഫയേഴ്സ് ആണ് നോക്കുന്നത്. വിക്ടോറിയ കാജർ 2024 വിശ്വസുന്ദരി ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു. അപ്പൊ ആരാണ് വിശ്വസുന്ദരി പട്ടം സ്വന്തമാക്കിയത്? വിക്ടോറിയ കാജർ. ആരാണ്? വിക്ടോറിയ കാജറാണ്. മുഹമ്മദ് അബ്ദുറഹ്മാൻ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ ഈ വർഷത്തെ അബ്ദുറഹ്മാൻ സാഹിബ് സ്മാരക പുരസ്കാരം ആർക്കാണ് കിട്ടിയത്? T പത്മനാഭനാണ് കിട്ടിയത്. ഈ വർഷത്തെ അബ്ദുറഹ്മാൻ സാഹിബ് സ്മാരക പുരസ്കാരം ആർക്ക് കിട്ടി? 2024 T പത്മനാഭനാണ് കിട്ടിയത്. 4ാമത്തെ നെഹ്റു സർക്കുലർ പുരസ്കാരം ആർക്കാ കിട്ടിയത്? മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ആർക്കാണ് 4ാമത്തെ നെഹ്റു സെക്യുലർ പുരസ്കാരം കിട്ടിയത്? മുല്ലപ്പള്ളി രാമചന്ദ്രനാണ്. IV ദാസ് പുരസ്കാരം ആർക്ക് കിട്ടി? ലീലാവതിക്ക് കിട്ടി. IV ദാസ് പുരസ്കാരം ലീലാവതിക്ക് കിട്ടി. സംസ്ഥാനത്തെ ഏറ്റവും നല്ല ഗ്രന്ഥശാല പ്രവർത്തനത്തിനുള്ള PN പണിക്കർ പുരസ്കാരം കിട്ടിയത് പൊൻകുന്നം സെയ്ദിനാണ്. ആർക്കാണ്? പൊൻകുന്നം സെയ്ദിന് PN പണിക്കർ പുരസ്കാരം കിട്ടി. ഇൻഫോസിസ് സയൻസ് ഫൗണ്ടേഷന്റെ ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ് വിഭാഗത്തിലെ 2024 പുരസ്കാരം ആർക്കാണ് കിട്ടിയത്? പ്രൊഫസർ മഹ്മൂദ് കുര്യയ്ക്കാണ് കിട്ടിയത്. ആർക്കാണ്? മഹ്മൂദ് കുര്യയ്ക്കാണ് കിട്ടിയത്. അടുത്ത നമ്മുടെ പീരിയോഡിക് പട്ടികയിലെ മുകളിൽ 1 മിനിറ്റിനുള്ളിൽ 62 മൂലകങ്ങളെ തിരിച്ചറിഞ്ഞ ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കിയ സർവോദയ സെൻട്രൽ സ്കൂളിന്റെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനി ആരാണ്? ദിതി S നായരാണ്. ആരാണ്? ദിതി S നായരാണ്.
സംവിധായകൻ ബ്ലെസ്സി സംവിധാനം ചെയ്ത ആടുജീവിതത്തിന് 2024 ഹോളിവുഡ് മ്യൂസിക് ഇൻ മീഡിയ പുരസ്കാരം കിട്ടിയതാണ്. ഹോളിവുഡ് മ്യൂസിക് ഇൻ മീഡിയ പുരസ്കാരം കിട്ടി. അപ്പൊ ആടുജീവിതം, ഓക്കെ, ആടുജീവിതം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആടുജീവിതം നോക്കി വെച്ചേക്കുക. ആടുജീവിതം വളരെ ഇമ്പോർട്ടന്റ് ആണ്. കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും കിട്ടിയിട്ടുണ്ട്. അതുപോലെ ആടുജീവിതം സംവിധാനം ചെയ്തത് ആരാണ്? ബ്ലെസ്സിയാണ് സംവിധാനം ചെയ്തത്. ഓക്കെ, ബ്ലെസ്സിയാണ് സംവിധാനം ചെയ്തത്. ആരുടെ നോവലിനെ ആസ്പദമാക്കിയാണ്? നമ്മുടെ ആടുജീവിതം, ബെന്യാമിന്റെ ആടുജീവിതം അല്ലെ, ബെന്യാമിന്റെ ആടുജീവിതം എന്ന് പറയുന്ന കൃതിയെ ആസ്പദമാക്കിയിട്ടാണ്. ഇപ്പൊ നമ്മുടെ ഓസ്കാർ, അടുത്ത ഓസ്കാറിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അതിൽ അവാർഡ് കിട്ടിയെന്നല്ല പറയുന്നത്, തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്, അറിഞ്ഞു വെച്ചേക്കാം. ഓക്കെ, ഇനി നമ്മുടെ പ്രഥമ PV ഗംഗാധരൻ മെമ്മോറിയൽ പുരസ്കാരം ആർക്കാണ് കിട്ടിയത്? ദാമോദർ മൗസയ്ക്കാണ് കിട്ടിയത്. പ്രഥമ PV ഗംഗാധർ മെമ്മോറിയൽ പുരസ്കാരം കിട്ടിയത് ദാമോദർ മൗസോയ്ക്കാണ്. ഈ വർഷത്തെ കേസരി നായനാർ പുരസ്കാരം കിട്ടിയത് നിലമ്പൂർ ആയിഷയ്ക്കാണ്. ഈ വർഷത്തെ കേസരി നായനാർ പുരസ്കാരം ആർക്കാണ്? നിലമ്പൂർ ആയിഷയ്ക്കാണ് കിട്ടിയത്. 55ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേള എവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത്? ഗോവയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. 55ാമത്തെ അന്താരാഷ്ട്ര ചലച്ചിത്രമേള എവിടെ സ്റ്റാർട്ട് ചെയ്തു? ഗോവയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, അടുത്ത നമ്മുടെ നൈജീരിയ, ബ്രസീൽ, ഗയാന എന്നീ രാജ്യങ്ങളിൽ ഔദ്യോഗിക സന്ദർശനം നടത്തി നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നൈജീരിയയുടെ 2ാം പരമോന്നത ബഹുമതിയായിട്ടുള്ള ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദ ഓർഡർ ഓഫ് നൈജർ നൈജീരിയൻ പ്രസിഡന്റ് ബോല അഹമ്മദ് ടിനൂബും ഗയാനയുടെ പരമോന്നത ബഹുമതിയായിട്ടുള്ള ദ ഓർഡർ ഓഫ് എക്സലൻസ് പ്രസിഡന്റ് ഇർഫാൻ അലിയും ഡൊമിനിക്കയുടെ പരമോന്നത ബഹുമതിയായിട്ടുള്ള ഡൊമിനിക്ക അവാർഡ് ഓഫ് ഓണർ പ്രസിഡന്റ് സിൽവേനി ബർട്ടനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. കെ സഞ്ജയ് മൂർത്തിയാണ് ഇന്ത്യയുടെ അടുത്ത കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറൽ. നമ്മൾ നേരത്തെ പറഞ്ഞാണ് ഇന്ത്യയുടെ CAG ആരാണ്? സഞ്ജയ് മൂർത്തിയാണ്. പഠിച്ചു വെച്ചേക്ക്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അടുത്ത നമ്മുടെ ഉപമന്യു ചാറ്റർജിക്ക് ഇത്തവണത്തെ JCB സാഹിത്യ പുരസ്കാരം കിട്ടി. അപ്പൊ ഈ വർഷത്തെ 2024 JCB സാഹിത്യ പുരസ്കാരം ആർക്കാണ് കിട്ടിയത്? ഉപമന്യു ചാറ്റർജി. ആർക്കാണ്? ഉപമന്യു ചാറ്റർജിക്കാണ് കിട്ടിയത്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഓർത്തു വെച്ചാൽ മതി, നമ്മുടെ ഉപമന്യു ചാറ്റർജി. അപ്പൊ നമ്മുടെ അഭിമന്യു ഇല്ലേ, പണ്ട് പുരാണത്തിലൊക്കെ പറയുന്ന അഭിമന്യു, ചക്രവ്യൂഹത്തിന്റെ അകത്ത് അകപ്പെട്ടുപോയ അഭിമന്യുവിനെ പറ്റി നമ്മൾ കുറെ കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ അഭിമന്യുവിനെ രക്ഷിക്കാനായിട്ട് JCB കൊണ്ടൊരാൾ വരുന്നതായിട്ട് നിങ്ങൾ ചുമ്മാ ഒന്ന് ഇമാജിൻ ചെയ്യുക കേട്ടോ. ചുമ്മാ ഇമാജിൻ ചെയ്താൽ മതി. JCB കൊണ്ടിട്ട് ആര് വരുന്നു? എന്താണ്, ആരോ വരുന്നുണ്ട്. ആരെ രക്ഷിക്കാൻ? അഭിമന്യുവിനെ രക്ഷിക്കാം. അപ്പൊ അങ്ങനെ വല്ല ഓർത്ത് വെച്ചേക്കുക, JCB. ഓക്കെ, JCB പുരസ്കാരം ആർക്കാണ്? അഭിമന്യുവിൽ നിന്ന് ഉപമന്യു എന്ന് കണക്ട് ചെയ്ത് വെച്ചേക്കുക. ഉപമന്യു ചാറ്റർജിക്കാണ് JCB പുരസ്കാരം കിട്ടിയത്. അദ്ദേഹത്തിന്റെ ലോറൻസോ സെർച്ചസ് ഫോർ ദ മീനിങ് ഓഫ് ലൈഫ്, എന്താണ്? ലോറൻസോ സെർച്ചസ് ഫോർ ദ മീനിങ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന നോവലിനാണ് ഈ ഒരു പുരസ്കാരം കിട്ടിയത്. അടുത്ത പ്രഥമ സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ കിരീടം ആരാണ് സ്വന്തമാക്കിയത്? കാലിക്കട്ട് FC ആണ് സ്വന്തമാക്കിയത്. ആരാണ്? കാലിക്കട്ട് FC ആണ് സ്വന്തമാക്കിയത്. ആരെ തോൽപ്പിച്ചു? കൊച്ചിനെയാണ്, ഫോഴ്സ കൊച്ചിനെയാണ് അവസാനം തോൽപ്പിച്ചത്. സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ മലപ്പുറം ചാമ്പ്യന്മാരായപ്പോ സ്കൂൾ ശാസ്ത്രോത്സവം ആരാ വിജയിച്ചത്? മലപ്പുറമാണ് വിജയിച്ചത്. കാസർഗോഡ് കാഞ്ഞങ്ങാട് ദുർഗ HSS ചാമ്പ്യൻ സ്കൂളായി. ഓക്കെ, ചാമ്പ്യൻ സ്കൂളായിട്ട് ആര് മാറി? കാഞ്ഞങ്ങാട് ദുർഗ HS മാറി. എന്നാൽ വിജയിച്ചത് ആരാണ്? മലപ്പുറം. ചാമ്പ്യനായത് മലപ്പുറമാണ്. രാജ്യാന്തര ഹോക്കി ഫെഡറേഷന്റെ ഈ വർഷത്തെ മികച്ച ഗോൾ കീപ്പർക്കുള്ള പുരസ്കാരം ഒരു സംശയം വേണ്ട, PR ശ്രീജേഷ് ആണ്. ഓക്കെ, അപ്പൊ PR ശ്രീജേഷിനെ പറ്റി നമുക്ക് കുറച്ച് കണക്റ്റഡ് ഫാക്ട്സ് പഠിക്കണം. PR ശ്രീജേഷ്. ഓക്കെ, PR ശ്രീജേഷ്. ഈ എക്സ്ട്രാ പറയുന്നത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. PR ശ്രീജേഷ് ആരാണ്? നമ്മുടെ ഇന്ത്യയുടെ ഗോൾ കീപ്പറാണ്. അപ്പം ഇന്ത്യയുടെ ഹോക്കിയുടെ വൻമതിൽ, ഇന്ത്യൻ ഹോക്കിയുടെ വൻമതിൽ എന്നാണ് ആരെ അറിയപ്പെടുന്നത്? ഇന്ത്യൻ ഹോക്കിയുടെ വൻമതിൽ എന്നറിയപ്പെടുന്നത് നമ്മുടെ PR ശ്രീജേഷിനെയാണ്. അതുപോലെ പുള്ളിക്കാരന്റെ ജേഴ്സി നമ്പർ 16 ആയിരുന്നു. നമ്മുടെ ഒളിമ്പിക്സിൽ നിന്ന് ഇന്ത്യൻ ടീമിൽ നിന്ന് ഈ ഒരു 16 എന്ന് പറയുന്ന നമ്പർ, 16 എന്ന് പറയുന്ന ജേഴ്സി പിൻവലിച്ചു. എന്താ കാര്യം? PR ശ്രീജേഷ് വിരമിച്ചു കേട്ടോ.
വിരമിച്ചു. എന്നാണ് വിരമിച്ചത്? 2024 33ാമത്തെ പാരീസ് ഒളിമ്പിക്സോട് കൂടിയാണ് കേട്ടോ. പാരീസ് ഒളിമ്പിക്സിൽ മത്സരിച്ചിരുന്നു. വെങ്കല മെഡൽ സ്വന്തമാക്കി കേട്ടോ. ബ്രോൺസ് മെഡൽ ഇന്ത്യൻ ഹോക്കി ടീം സ്വന്തമാക്കി. അതോടുകൂടി ആര് വിരമിച്ചു? പി ആർ ശ്രീജേഷ് വിരമിച്ചു. പി ആർ ശ്രീജേഷിന്റെ അവസാന മത്സരം ആർക്കെതിരെയായിരുന്നു? സ്പെയിനെതിരെയായിരുന്നു. അതും കൂടെ ഓർത്തു വെച്ചേക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് അറിഞ്ഞു വെച്ചേക്കുക. അതുപോലെ ഒരു പോയിന്റും കൂടെ ഉണ്ട്. നമ്മുടെ ഒളിമ്പിക്സ് 33ാമത്തെ പാരീസ് ഒളിമ്പിക്സിന്റെ സമാപന ചടങ്ങ്. ഓക്കെ, സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക വഹിച്ചത് ആരാണ്? മനു ബാക്കറും ഒപ്പം ആരാണ്? നമ്മുടെ പി ആർ ശ്രീജേഷുമാണ് കേട്ടോ. മനു ബാക്കറും പി ആർ ശ്രീജേഷും ചേർന്നിട്ടാണ് 33ാമത്തെ പാരീസ് ഒളിമ്പിക്സിന്റെ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക വഹിച്ചത്. അത്രയൊന്നും ഓർത്തു വെച്ചേക്കാം. അതുപോലെ രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ ഗോവയുടെ സ്നേഹൽ കൗത്തങ്കറും കശ്യപ് ബാക്ലേൻ ചേർന്ന് 3ാം വിക്കറ്റിൽ 606 നേടി റെക്കോർഡിട്ടു. എന്താണ്? രഞ്ജി ട്രോഫി ക്രിക്കറ്റില് ഗോവയുടെ സ്നേഹൽ കൗത്തങ്കറും കശ്യപ് ബാക്ലേൻ ചേർന്ന് 3ാം വിക്കറ്റിൽ 606 റൺസ് നേടി റെക്കോർഡിട്ടു. അറിഞ്ഞു വെച്ചേക്കുക. അടുത്ത ജോഹന്നാസ്ബർഗിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ നടന്ന 4ാം T20 ക്രിക്കറ്റിൽ ഇന്ത്യ നേടിയ 283 റൺസ് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഒരു ടീം നേടുന്ന ഉയർന്ന സ്കോറായിട്ട് മാറി കേട്ടോ. അപ്പൊ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഒരു ടീം നേടുന്ന ഏറ്റവും ഉയർന്ന സ്കോറായിട്ട് ഏത് മാറി? നമ്മുടെ ഇന്ത്യ നേടിയ 283 റൺസ് മാറി. മത്സരത്തിൽ ഇന്ത്യയുടെ സഞ്ജു സാംസണും തിലക് വർമ്മയും ചേർന്ന് 2ാം വിക്കറ്റിൽ നേടിയ 219 റൺസ് ലോക റെക്കോർഡാണ്. ഇങ്ങനെ ഒരു കലണ്ടർ വർഷം 2020-ൽ 3 സെഞ്ചുറി നേടുന്ന ബാറ്ററായിട്ട് ആര് മാറി? സഞ്ജു സാംസൺ മാറി. അവിടെയും നമുക്ക് റിലേറ്റഡ് പഠിക്കാനായിട്ടുണ്ട്. ഓക്കെ, ഒരു കലണ്ടർ വർഷത്തില് 3 സെഞ്ചുറി നേടുന്ന ഇന്ത്യൻ താരം ആരാണ്? ഇന്ത്യൻ താരം സഞ്ജു സാംസൺ ആണ്. അതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്, സഞ്ജു സാംസൺ. ഓക്കെ, ഇനി ഒരു കലണ്ടർ വർഷത്തിൽ 2 സെഞ്ചുറി ആണെങ്കിലോ, T20-യിലാണ് ഇത്, 2 T20-യുടെ കാര്യമാണ് പറയുന്നത്. 2 സെഞ്ചുറി നേടിയതാണെങ്കിൽ നമ്മുടെ തിലക് വർമ്മയാണ് കേട്ടോ. തിലക് വർമ്മയാണ്. ഇനി നമ്മുടെ ഏകദിന ODI ക്രിക്കറ്റിൽ എന്താണ്? ഒരു കലണ്ടർ വർഷം 4 സെഞ്ചുറി നേടുന്ന ഇന്ത്യൻ വനിത ആരാണ്? സ്മൃതി മന്ദാനയാണ് കേട്ടോ. സ്മൃതി മന്ദാനയാണ്. ഈ 3 പോയിന്റും ഓർത്തു വെച്ചേക്കാം. ഓക്കെ, സെറ്റ് അല്ലേ? ഓക്കെ, ഇനി നമ്മുടെ 2020 ക്രിക്കറ്റിൽ തുടരെ 3 സെഞ്ചുറി നേടുന്ന ലോകത്തിലെ ആദ്യ താരമായിട്ട് ആര് മാറി? നമ്മുടെ തിലക് വർമ്മ മാറി. എന്താണ്? T20 ക്രിക്കറ്റിൽ തുടരെ 3 സെഞ്ചുറി നേടുന്ന ലോകത്തിലെ ആദ്യത്തെ താരമായിട്ട് മാറിയിട്ടുണ്ട്? തിലക് വർമ്മ മാറിയിട്ടുണ്ട്. നോക്കി വെച്ചേക്കാം. ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി വനിതാ ഹോക്കി കിരീടം ആർക്കാണ് കിട്ടിയത്? ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി വനിതാ ഹോക്കി കിരീടം ആർക്കാണ് കിട്ടിയത്? ഇന്ത്യക്കാണ് കിട്ടിയത്. ആർക്കാണ്? ഇന്ത്യക്കാണ് കിട്ടിയത്. ഓക്കെ, അടുത്ത നമ്മുടെ ബീവർ മൂൺ എന്നറിയപ്പെടുന്ന 2024-ലെ 4ാമത്തെയും അവസാനത്തേതുമായിട്ടുള്ള സൂപ്പർ മൂൺ എന്നാണ് കാണാൻ സാധിച്ചത്? നവംബർ 16-നാണ് ബീവർ മൂൺ അല്ലെങ്കിൽ നമ്മുടെ സൂപ്പർ മൂൺ ദൃശ്യമായത്. ഇന്ത്യയുടെ ഗൈഡഡ് പിനാക്കെ ആയുധ സംവിധാനത്തിന്റെ പരീക്ഷണ പറക്കൽ വിജയകരം. അപ്പൊ പിനാക്ക ആയുധ സംവിധാനത്തിന്റെ പരീക്ഷണം വിജയകരമാണ്. അപ്പൊ അതൊന്ന് അറിഞ്ഞു വെച്ചേക്കാം. ദീർഘദൂര ഹൈപ്പർസോണിക് മിസൈൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു. അതും അറിഞ്ഞു വെച്ചിരുന്നാൽ മതി. അടുത്ത റേഷൻ കാർഡിലെ തെറ്റുകൾ സൗജന്യമായി തിരുത്താനുള്ള കേരള ഗവൺമെന്റിന്റെ പദ്ധതിയുടെ പേരെന്താണ്? തെളിമ എന്നതാണ് റേഷൻ കാർഡിലെ തെറ്റ് തിരുത്താനുള്ള പദ്ധതി. അടുത്ത കേരളത്തിലെ ജലാശയങ്ങളെയും വിമാനത്താവളങ്ങളെയും കോർത്തിണക്കുന്ന പദ്ധതിയാണ് സീ പ്ലെയിൻ. സീ പ്ലെയിൻ. രാജ്യത്തിലെ ആദ്യത്തെ 24/7 ഓൺലൈൻ കോടതി എവിടെയാണ് കൊല്ലം ജില്ലയിലാണ് ആരംഭിച്ചത്. രാജ്യത്തിലെ മികച്ച സമുദ്രബന്ധന സംസ്ഥാനമായിട്ട് ആരെ തെരഞ്ഞെടുത്തു? കേരളത്തെ തെരഞ്ഞെടുത്തു. രാജ്യത്തിലെ മികച്ച സമുദ്രബന്ധന സംസ്ഥാനമായി കേരളത്തെയും സമുദ്രബന്ധന ജില്ലയായിട്ട് കൊല്ലത്തെയും തെരഞ്ഞെടുത്തു. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നോക്കി വെച്ചേക്കാം. ഉപതെരഞ്ഞെടുപ്പ് നടന്ന വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ പ്രിയങ്ക ഗാന്ധിയും പാലക്കാട് ചേലക്കര നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ യഥാക്രമം
രാഹുൽ മങ്കൂട്ടവും UR പ്രദീപും വിജയിച്ചു. അപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലങ്ങൾ ഏതൊക്കെയാണ്? വയനാട്, പാലക്കാട്, ചേലക്കര. ഓക്കെ, ഈ 3 മണ്ഡലങ്ങളിലാണ് ഇലക്ഷൻ നടന്നത്. ഇതിൽ വയനാട് നടന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് കേട്ടോ. ലോക്സഭാ മണ്ഡലമാണ് വയനാട്. ബാക്കി നമ്മുടെ പാലക്കാടും ചേലക്കരയും ഏതാണ്? നിയമസഭാ മണ്ഡലങ്ങളാണ്. തിരിഞ്ഞു പോകാതെ നോക്കി വെച്ചേക്കാം. ഓക്കെ, അത് ജാർഖണ്ഡിന്റെ 14ാമത്തെ മുഖ്യമന്ത്രിയായിട്ട് ആരെ തെരഞ്ഞെടുത്തു? ഹേമന്ത് സോറനെ തെരഞ്ഞെടുത്തു. ഓക്കെ, അപ്പൊ 4ാമത്തെ തവണയാണ് ഹേമന്ത് സോറൻ മുഖ്യമന്ത്രി ആവുന്നത്. നമ്മുടെ ജാർഖണ്ഡിന്റെ 14ാമത്തെ മുഖ്യമന്ത്രിയാണ് ആരെന്ന് പറയുന്നത്? ഹേമന്ത് സോറൻ. ഈ വർഷത്തെ അക്ഷര പുരസ്കാരം കിട്ടിയത് എം മുകുന്ദനാണ്. ഈ വർഷത്തെ അക്ഷര പുരസ്കാരം ആർക്ക് കിട്ടി? എം മുകുന്ദന് കിട്ടി. പക്ഷികളെയും മറ്റ് ജീവജാലങ്ങളെയും ഭയപ്പെടുത്താതെ അവയുടെ വിവരം ശേഖരിക്കാൻ മരിച്ച പക്ഷികളുടെ സംരക്ഷിത ശരീരങ്ങൾ ഉപയോഗിച്ച് അമേരിക്ക നിർമ്മിച്ച ഡ്രോണുകളാണ് സോബി ഡ്രോണുകൾ. ഏതാണ്? സോബി ഡ്രോണുകൾ. ഓക്കെ, ലോക മത പാർലമെന്റ് നവംബർ 29, 30, ഡിസംബർ 1 തീയതികളിൽ എവിടെയാണ് നടക്കുന്നത്? വത്തിക്കാനിലാണ് നടക്കുന്നത്. ഓക്കെ, ലോകമത പാർലമെന്റ് നമ്മുടെ SNDPയുടേതാണ്. SNDPയുടെ ലോകമത പാർലമെന്റ്. നമ്മുടെ സർവമത സമ്മേളനത്തിന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ചിട്ടാണ് ഈ ഒരു ലോകമത പാർലമെന്റ് വത്തിക്കാനിൽ കൂടുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവിടെ നമുക്ക് ഒരു കാര്യം പഠിക്കാനുണ്ട്. ആലുവയിലാണ് നമ്മുടെ സർവമത സമ്മേളനം നടന്നത്. നമുക്കറിയാം അല്ലെ, ആലുവയിലായിരുന്നു ആദ്യത്തെ സർവമത സമ്മേളനം നടന്നത്. ഓക്കെ, ഇതിന്റെ 100ാം വാർഷികമാണ്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ വർഷത്തത് എവിടെയാണ് നടന്നത്? ഈ വർഷത്തെ ലോക പാർലമെന്റ് എവിടെ കൂടി? വത്തിക്കാനിൽ കൂടി. ഇതാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, എന്നാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ബുക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഈ സർവമത സമ്മേളനത്തിന്റെ വാർഷികത്തോടനുബന്ധിച്ച് ഒരു ബുക്ക് വന്നു. എന്താണ് ബുക്കിന്റെ പേര്? പരമത സാരവുമേഘം. കേട്ടോ, പലമത സാരവുമേഘം എന്ന് പറയുന്ന ബുക്കാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത്. അതും കൂടെ ഒന്ന് അറിഞ്ഞു വെച്ചേക്കാം. ഓക്കെ, ഇനി നമ്മുടെ സത്യജിത്ത് റായിയുടെ പ്രശസ്ത ചലച്ചിത്രം പതേർ പാഞ്ചാലിയിലെ ദുർഗ എന്ന കഥാപാത്രത്തെ അനശ്വരമാക്കിയ നടി ഉമാദാസ് ഗുപ്ത അന്തരിച്ചു. അറിഞ്ഞു വെച്ചേക്ക്, ഉമാദാസ് ഗുപ്ത അന്തരിച്ചു. മലയാള സിനിമയിൽ വില്ലനായും സ്വഭാവ നടനായും തിളങ്ങിയ നടൻ മേഘനാഥൻ അന്തരിച്ചു. അതും ഓർത്തു വെച്ചേക്കാം. അതുപോലെ സാഹിത്യകാരനും നാടകകൃത്തുമായ ഓംചേരി NN പിള്ള, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓംചേരി NN പിള്ളയുടെ റിലേറ്റഡ് ഫാക്ട്സും കൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കുന്നത് നല്ലതായിരിക്കും. അടുത്ത് നമ്മുടെ വീരകേരളം എന്ന മഹാകാവ്യം എഴുതിയ കൈതക്കൽ മന ജാതവേദൻ നമ്പൂതിരി അന്തരിച്ചു. പ്രശസ്ത കൂത്തുകലാകാരൻ കവിയൂർ PN നാരായണ ചാക്യാർ അന്തരിച്ചു. കവിയൂർ PN നാരായണ ചാക്യാർ അല്ലെങ്കിൽ PNN ചാക്യാർ അന്തരിച്ചു. പ്രശസ്ത ദക്ഷിണാഫ്രിക്കൻ സാഹിത്യകാരൻ ബ്രെയ്റ്റൻ ബാക്ക് അന്തരിച്ചു. ഓക്കെ, ബ്രെയ്റ്റൻ ബാക്ക് അന്തരിച്ചു. അപ്പൊ ഇത്രയാണ് നമുക്ക് ഡിസംബർ മാസത്തിലെ PSC ബുള്ളറ്റിനിൽ പഠിക്കാനായിട്ടുള്ളത്. അപ്പം നമുക്ക് നവംബർ മാസം അടുത്തൊരു സെക്ഷനായിട്ട് സ്റ്റാർട്ട്